കാത്തിരിപ്പിനൊടുവിൽ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നിരിക്കുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കടമെടുക്കാനുള്ള അന്തിമ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ 3500 കോടി രൂപ ചൊവ്വാഴ്ച കടമെടുക്കുകയാണ്. റിസർവ് ബാങ്കിന്റെ മുംബൈയിലെ ഓഫീസിൽ വെച്ച് ഇ-ക്യുബർ സംവിധാനത്തിലൂടെ അടുത്ത ചൊവ്വാഴ്ച 28-ാം തീയതി കടപത്ര ലേലം നടക്കുന്നതാണ്. ബുധനാഴ്ച തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും. അതിനായി 900 കോടി രൂപ ഇപ്പോൾ തന്നെ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട്. 29-ാം തീയതി ബുധനാഴ്ച മുതൽ 1600 രൂപ വീതം ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഈ വർഷം ഡിസംബർ വരെ 21,253 കോടി രൂപ കടമെടുക്കാനാണ് അനുമതിയുള്ളത്. ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതിൽ 3000 കോടി രൂപ കടമെടുത്തിരുന്നു. ഇനി മെയ് മാസത്തിൽ 28-ാം തീയതി 3500 കോടി രൂപ കടമെടുക്കുകയാണ്. ഇനി ആകെ അവശേഷിക്കുന്നത് 18,253 കോടി രൂപ മാത്രമാണ് കടമെടുക്കാനുള്ള അനുമതിയുള്ളത്. നിലവിൽ ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ്. അത് നീക്കിക്കഴിഞ്ഞാൽ തന്നെ പെൻഷൻ വിതരണം ചെയ്യാൻ സാധിക്കും. കാരണം ഒരു മാസത്തേക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യേണ്ട തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ കയ്യിലുണ്ടായിരുന്നു. അത് ട്രഷറിയിലേക്ക് മാറ്റുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം തടസ്സപ്പെട്ടു പോയത്. ട്രഷറി ഓവർ ഡ്രാഫ്റ്റ് ഒഴിവാക്കുന്നതോടെ ഈ പണം പെൻഷൻ കമ്പനിക്ക് തന്നെ ലഭിക്കുന്നതാണ്. 28-ാം തീയതി തുകയും 29-ാം തീയതി തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും പെൻഷൻ ലഭ്യമാകും. 60 ലക്ഷത്തോളം ആളുകൾക്കാണ് 1600 രൂപ ലഭിക്കുക. ഇതിൽ 8 ലക്ഷം പേർക്ക് കേന്ദ്രവിഹിതം ലഭിക്കുന്നവരാണ്. അവർക്ക് 500 രൂപയുടെയും 300 രൂപയുടെയും 200 രൂപയുടെയും കുറവുണ്ടാകും. പെൻഷൻ തുക ആദ്യം ലഭ്യമാകുക ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ കൈപ്പറ്റുന്നവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും. പിന്നീടാണ് കയ്യിൽ കൈപ്പറ്റുന്നവർക്ക് ലഭിക്കുക.